എല്ലാവർക്കും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും നല്ല ഒരു എനർജി ലെവലിലിരിക്കണം, ചെയ്യുന്ന കാര്യത്തിൽ ഫുൾ അവെയർ ആയിരിക്കണം, ഈ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പവർ ഓഫ് നൗ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും ഈ നിമിഷത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്, അതിനെയാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക? എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പൂർണ്ണമായും നമ്മളതിനെ അനുഭവിച്ചറിയുക, അതാണത് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ ആ ചായയുടെ കപ്പ് നമ്മൾ പിടിച്ചിട്ടുള്ള സ്പർശനം നമ്മുടെ ത്വക്ക് കൊണ്ടറിയണം. അതിൻ്റെ ആ മുകളിലുള്ള പതയും അതിൻ്റെ കളറും എല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണണം. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ നാവ് കൊണ്ട് അനുഭവിക്കണം. അത് കുടിക്കുമ്പോഴുള്ള സൗണ്ട് നമ്മൾ ചെവി കൊണ്ട് കേൾക്കണം. അങ്ങനെ നമ്മളെല്ലാം അതിൻ്റെ സ്മെല്ല് നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പൂർണ്ണമായും അതിനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായ ശ്രദ്ധ അതിലേക്ക് വരിക, അതാണ് അവെയർനെസ് എന്ന് പറയുന്നത്. നമ്മളൊരു മുകളിലേക്ക് കയറുമ്പോൾ എത്ര സ്റ്റെപ്പുകൾ നമ്മൾ കയറിയിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയണം. അപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക എന്നാണ് അർത്ഥം. തുടക്കത്തിലൊക്കെ ഇത് വളരെ പ്രയാസകരമാണ്. തുടക്കത്തിൽ എന്നല്ല, അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും പവർ ഓഫ് നൗ എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രാക്ടീസ് ചെയ്യുക? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വേസ്റ്റ് തോട്ടുകളെ നമ്മൾക്ക് ഇല്ലാതാക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ലപോലെ പതിഞ്ഞു, നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും ആ പണി ചെയ്യാം. അതിന് വേണ്ടി പ്രത്യേകമായൊരു ശ്രദ്ധയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും വേണ്ടാത്തൊരു പണി. അതാണ് നമ്മുടെ സാധാരണ ഇപ്പോൾ അടുക്കളയിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കുക്കിംഗ് ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അതായത് നമ്മൾ ഓട്ടോമാറ്റിക് മോഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അധികവും നമ്മുടെ മനസ്സിലേക്ക് വേസ്റ്റ് തോട്ടുകൾ വരിക. അതായത് കൂടുതൽ നമ്മുടെ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പണികൾ ചെയ്യുന്ന സമയങ്ങളിലോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ അനാവശ്യ ചിന്തകൾ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള പ്രവൃത്തികൾ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കുള്ള ഓരോ കാര്യത്തിനെയും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ഒരു കറിക്ക് അരിയുകയാണെങ്കിൽ ആ വെജിറ്റബിൾ നമ്മളെ അടുത്തേക്ക് വന്ന് നമുക്ക് കിട്ടിയതിന്, അത് കർഷകർക്ക്, അത് കുക്ക് ചെയ്യാൻ നമ്മൾക്ക് ലഭിച്ച പാത്രത്തിന്, അതിൻ്റെ ഗ്യാസിന്, എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കട്ട് ചെയ്യുന്ന സൗണ്ടും അത് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലും ഇതൊക്കെ നമ്മൾ അനുഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പറയുന്നത്, ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അതിനപ്പോൾ തന്നെ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക? നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്ത ഏറ്റവും ഹൈ ലെവലിലാണ് നിൽക്കുന്നുണ്ടായിരിക്കുക, ഓരോ കാര്യത്തിന് നമ്മൾ നന്ദി പറയുമ്പോൾ. അതേപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ശ്രദ്ധയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മൈൻഡിൻ്റെ ചിന്തയെ നമുക്ക് നല്ല ചിന്തകളിലേക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ നാമജപം ചെയ്യുക. നമ്മൾക്ക് അറിയാവുന്ന നാമങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മനഃപൂർവ്വം വായുകൊണ്ട് ഉച്ചരിച്ച് നടക്കുക. അപ്പോഴും നമ്മൾക്ക് നമ്മുടെ ചിന്തയെ മാറ്റി നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ നമ്മൾക്ക് ഉയർത്താനായിട്ട് സാധിക്കും. അതായത് ഒന്നുകിൽ നാമജപം ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നടക്കുക, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ചിന്തയെ
ഏറ്റവും ക്വാളിറ്റിയുള്ള ചിന്തയാക്കി നമ്മൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയരുകയും ചെയ്യും. ഇങ്ങനെ നമ്മളെ താഴ്ന്ന ലെവലിലുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഉയർന്നൊരു ജീവിത നിലവാരത്തിലിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പൂർണ്ണമായും എന്താണ് ചെയ്യുന്നുണ്ടായിരിക്കുക, അവരവരുടെ പ്രവൃത്തിയിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ ഉയർന്നിട്ടുണ്ടായിരിക്കുക. അവർക്ക് അവരുടെ പ്രവൃത്തിയിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അനാവശ്യമായിട്ടുള്ള ബാഹ്യ കാര്യങ്ങളിലേക്കൊന്നും അവർ ചെറിയ ചെറിയ വേസ്റ്റ് തോട്ടുകളിലേക്കൊന്നും അവർ പോകുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, കുറ്റം പറഞ്ഞു, ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ചർച്ച ചെയ്യുക. രാഷ്ട്രീയക്കാരല്ലാത്ത സാധാരണ ജനങ്ങളിരുന്ന് ഒന്നിലും നമ്മൾക്ക് ഇടപെടാൻ സാധിക്കില്ല. വെറുതെ വീട്ടിലിരുന്നത് ചർച്ച ചെയ്യാൻ മാത്രമേ സാധിക്കുന്നവർ. ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓട്ടോമാറ്റിക് മോഡിൽ ചെയ്യുന്ന പ്രവൃത്തികളിലാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ആ ചെയ്യുന്ന പ്രവൃത്തിക്ക്, അത് ചെയ്യാൻ നമുക്കുള്ള ആരോഗ്യത്തിന്, അത് ചെയ്യാനായിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ആ സാഹചര്യത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ദൈവനാമം എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. അതല്ല വചനങ്ങളാണ് താല്പര്യമെങ്കിൽ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥനകളാണ് ഇഷ്ടമെങ്കിൽ അത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അല്ലാതെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ ബാഡായിട്ടുള്ള സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആങ്സൈറ്റി നിറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ടോ ഇരുന്ന് ആ നിമിഷത്തെ മലിനപ്പെടുത്തുകയല്ല വേണ്ടത്. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും ആസ്വദിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായി ഉപയോഗിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.